പ്രിയപ്പെട്ട ഏട്ടന് ഏട്ടൻ എന്നാ ഇങ്ങോട്ട് വരുന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാതിലെ കമ്മൽ ഇന്നലെ വിറ്റു. കോടതി ഇന്നലെ വേനൽ അവധിക്ക് അടച്ചു. തുറന്നിട്ടേ വിധി വരൂ. അച്ഛന് ഊണും ഉറക്കവുമില്ല. ചിലപ്പോ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണാം. എന്നും ചേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കും. ഒരു സമാധാനത്തിനെങ്കിലും ഒരു എഴുത്ത് അച്ഛൻ എഴുതണം. എല്ലാം കഴിഞ്ഞു. ചന്ദ്രപൂർണ്ണ ആരോഗ്യതയാ. പക്ഷെ ന്യൂറോളജിസ്റ്റ് സ്വല്പം കൺഫ്യൂഷനിൽ. അതാ ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ചന്ദ്രയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിരൽത്തുമ്പെങ്കിലും ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി. പിന്നെ ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അതുവരെ ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് പ്രയാസമാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് സ്നേഹവും പ്രതീക്ഷയും ധൈര്യവും കൊടുക്കുക. അത് ഹസ്ബൻഡിന്റെ കടമ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. തന്നോടൊരു കാര്യം പറയാൻ മറന്നു. ലേഹയുടെ ഫോൺ ഉണ്ടായിരുന്നു, അവള് വരുന്നു. ആൽഫി അന്വേഷിച്ചു. കുട്ടിയുടെ മോള് നിങ്ങൾ തമ്മിൽ നേരത്തെ പഠിച്ചോളൂ. പിന്നെ അവളല്ലായിരുന്നു ഇവരുടെ കല്യാണത്തിന് സപ്പോർട്ട്. ഞാൻ മോളെ കണ്ടിട്ട് വരാം. പുത്തൻകുരിശ്? പുത്തൻകുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിനടുത്തുള്ള സ്ഥല. ഏതാ ഈ അവതാരം? എനിക്കറിയില്ല. എന്ന് വെച്ചാ എടോ, കണ്ണി ചോരയില്ലാത്തോണ്ട് തനിക്കറിയോ? ഞാൻ 3 ദിവസമായി പല്ല് കഴിച്ചിട്ട്, കുളിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ട്, ഒന്ന് ഉറങ്ങിയിട്ട്. അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിൽക്കല്ലേ? ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോവാ. എനിക്ക് വയ്യ. കോണ്ടസയിൽ നമ്മൾ ബിയർ അടിക്കാൻ ഡെറാഡൂണിൽ അച്ഛനെ കാണാൻ കോണ്ടസയിൽ നമ്മൾ ഓടിച്ചിട്ട് കോണ്ടസയിൽ നമ്മൾ വന്നില്ലേ? എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. നമുക്ക് എന്താ ചെയ്യണ്ടേ? അല്ല, എന്താ ഈ കോണ്ടസ്? എടോ, ഞാൻ ചാവുമ്പോ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോണ്ടസ കാറ് വേണമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു. താൻ ചാവുമ്പോ തന്റെ ശവം കൊണ്ടുപോവാൻ ഞാനൊരു കോണ്ടസ കാറ് തരട്ടെ? അത് ഞാൻ ചാവുമ്പോഴല്ലേ? ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും. എടാ പോടാ, എടാ പോവാൻ. ഞാൻ മതളിയിട്ട വരണേ. എല്ലാവരും ഒന്ന് മാറിയെന്നോ. ഏതാടോ ആ പെണ്ണ്? തനിക്ക് എന്താ ചെവി കേൾക്കില്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും താൻ കേട്ടില്ലേ? അവക്ക് എന്നെ അറിയോ? എനിക്കേ തന്നെ അറിയില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് പറഞ്ഞോ? എടാ പൊട്ടം കുണാപ്പ, നിങ്ങൾ തമ്മിലല്ല, ആൽഫിയും അവളും തമ്മില്. അയ്യോ, ഞാനൊരു കാര്യം പറയാം. ഞാനായിട്ട് വാ തുറന്നൊന്നും പറയണില്ല. പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്നാ എന്നെ ചതിക്കരുത്. ഈശോട്ടോ, എന്നെ അവതാളത്തിലാക്കിയാല് ഞാൻ തന്നെ കൊണ്ടേ പോവും. അല്ലെ അവളോട് വിളിച്ചു പറയടോ ഇങ്ങോട്ട് എഴുന്നള്ളണ്ടാന്ന്. ഞാൻ പറഞ്ഞ അവള് കേക്കില്ല. നല്ല അനുസരണമുള്ള മോള്. അതല്ല, അച്ഛൻ എന്ന സ്ഥാനേ എനിക്കുള്ളൂ. ഈ കുടുംബത്തിൽ ചന്ദ്രകുഞ്ഞിനേക്കാണ് കാര്യ ഇവിടെ എല്ലാവർക്കും അവളോട്. അവളുടെ അമ്മ മരിച്ചപ്പോ മുതൽ അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഇവരാ. മെഡിസിനൊക്കെ കഴിഞ്ഞു. എന്നാ പോയി വാങ്ങിച്ചു കൊടുക്കണോ? അതല്ല, അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇനി അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. അതിന് എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നതാ. താനൊരു കാര്യം ചെയ്യ്, ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടുന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ? ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ തൊണ്ടാലോടക്കാൻ ഓരോന്ന് കേറി വന്നോളും. എടോ, ഈ പിശാച് കുൽഫിയെ കണ്ടിട്ടുണ്ടോ? അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെയാ. അട ചക്കരയോട് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളോ, അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടുണ്ടോന്ന്? എനിക്കറിയില്ല. ഇടോ, നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഇടോ, എന്തെങ്കിലും ഒന്ന് പറയടോ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്ക് ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ഓ, അത് ശരി. അപ്പൊ അവള് വരട്ടെ, അവൾ എന്നെ കാണട്ടെ. ഞാൻ ആൽഫി അല്ലെന്ന് അവള് പറയട്ടെ. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്ന് ഭാരത മാതാക്കി ജയ്, ഭാരത മാതാക്കി ജയ് എന്ന് വെറുതെ എല്ലാ കയ്യും കാലൊടിച്ചത്. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ അത് തന്നെ തിന്നും. താൻ തന്നെ തിന്നാൻ വരട്ടടോ. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. തന്റെ മോൾ ആളെങ്ങനാടോ? എന്താ സയൻസ്? എടോ, അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാനാണ്. അത് വേണേ പറഞ്ഞു തരാം. പപ്പയുടെ മിഠായി കുട്ടി വന്നാ എങ്ങനെ മനസ്സിലായി? പോടി കാന്താരി അവിടുന്ന്. വലിയ ഡോക്ടറായി പോലും. വേറെ ആരെങ്കിലും എന്നെ വന്ന് ഇത്ര ധൈര്യമായിട്ട് പിടിക്കുവോ? പിന്നെ ഒരാളുള്ളത് കിടന്നു പോയില്ലേ? Papa, take it easy. She's going to be fine.
പഴയ പോലെ ചന്ദ്ര പപ്പയുടെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടുന്നത് ഞാൻ കാണിച്ചു തരാം. പ്രോമിസ്. ഓക്കെ, ഐ ബിലീവ് യു. നീ വരുന്നോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുക. അച്ഛൻ എവിടെ പപ്പ? ഈ രവി ചന്ദ്രയുടെ അടുത്ത് തന്നെ ആയപ്പോഴും അവനൊരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെയാ. ഊണുമില്ല, ഉറക്കവും ഇല്ല. എന്നേക്കാ കൂടുതൽ വേവലാതിയാ അവന്. ചന്ദ്രയുടെ ഭർത്താവും അങ്ങനെ തന്നെയാണ് കേട്ടോ. 5 minutes. ഒരു ക്വിക്ക് വാഷ് ആൻഡ് ചേഞ്ച്. പപ്പ റെഡി ആകുമ്പോഴേക്കും ഞാനും റെഡി. ഓക്കെ. ദിസ് ഇസ് നത്തിങ്. ഷീസ് എക്സലന്റ്. ഞാനും ഒരു പൊടി ഡോക്ടറല്ലേ, എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് പോവും മുമ്പ് ചന്ദ്രൻ നടന്നിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ. എവിടെ എന്റെ ബ്രദർ ഇൻ ലോ ആൽഫി ദ ഗ്രേറ്റ്? മോളെ, നീ അവനെ കണ്ടിട്ടുണ്ടാ? എനിക്കറിയില്ലേ എങ്ങനെയാളെന്ന്. അതെങ്ങനെ? ഞങ്ങള് തമ്മില് കൊറേ കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ ആ, ഫോണില്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മാത്രമേ അവനെ നേരിൽ കണ്ടിട്ടുള്ളൂ അല്ലേ? അച്ഛനെപ്പോ കണ്ടു? ചന്ദ്രയുടെ കോണ്ടസാക്കാരുമായി വന്നപ്പോ അവര് തമ്മിൽ പരിചയപ്പെട്ടു അത്രേ. എന്നിട്ട് ഈ കളൻ അക്കാര്യം പറഞ്ഞത് ഇപ്പഴാ. ആളെവിടെ? രാവിലെ വന്നതാ. ഡോക്ടറെ കാണണമെന്ന് പറയണത് കേട്ടു. ഞാൻ പോയി നോക്കട്ടെ. എന്റെ അമ്മേ, തൽക്കാലം രക്ഷപ്പെട്ടു. അവളെ ആളെ കണ്ടിട്ടില്ല. ബാക്കി ഞാൻ നോക്കിക്കോളാം. താനൊന്ന് നിന്ന് തന്നാ മതി. വാടോ, നിന്ന് തന്നാ മതി. ആ, എത്തില്ലോ. ഇതാണ് ഞങ്ങളുടെ ലേഖമോള്. ഇത് പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. ശബ്ദം ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഫോണിൽ കേട്ടതുപോലെ അല്ലല്ലോ. അതെയാ? അല്ലേ? പലരും പറയുന്നുണ്ട് എന്റെ ശബ്ദം അല്പം മാറിയിട്ടുണ്ടെന്ന്. ഈ ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിയായി. അതെ. മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ചന്ദ്ര മെലിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം വണ്ണം വെച്ചു. ഇനി മെലിഞ്ഞോളൂ അല്ലേ? ചന്ദ്ര പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റുള്ള ആളാവുന്നു. ഹൈറ്റ് ഉണ്ടായിരുന്നു. ഓ, ടെൻഷൻ കാരണം കുറഞ്ഞു പോയതായിരിക്കും. ലേഹ വളരെ ജോളിയാണല്ലോ. പിന്നെ എന്തൊക്കെ പറഞ്ഞു? ചന്ദ്ര പറഞ്ഞു കേക്കട്ടെ. നീണ്ട മുടിയാണ് ആൽഫിക്കുന്നാണല്ലോ ചന്ദ്ര പറഞ്ഞത്. മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാലോ. ഇനി ഒന്നും ചോദിക്കണ്ട. ഒരു മിനിറ്റ്. എന്തൊക്കെ പുളുവാ ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒന്നും പറയണ്ടെന്ന്. അപ്പൊ ഇവള് പറയാണ് അവളിങ്ങി വരട്ടെ, അവളെ പറ്റിക്കാം, നമ്മളെ കാണുമ്പോ അവള് അന്തം വിട്ടുപോകണം. നീ പറഞ്ഞ പോലെ എന്നെ സംഭവിച്ചു. മരവണ്ടി കുറെ പൊക്കമുണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് വയറ് ചിരിച്ചു വേദന. ഞാനിവിടെ നിൽക്കും. ഞാൻ പോയിട്ട് മുടിയതിൽ ഇന്നലെ ഒരു തമാശ ഞാൻ കേട്ടു. ഇവളുടെ ജാതകം എഴുതിയിട്ടുണ്ടോ? തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടാവും. താനെടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക്. എന്തിനാണോ ഇങ്ങനെയുള്ളതിനെ ഉണ്ടാക്കുന്നത്?